Good morning to all. Good morning, ma'am. Morning, ma'am. Morning. Ma'am, Okay. Prayer പറഞ്ഞോട്ടെ. Yeah, start. Like a sunflower that follows every movement of the sun, so I turn towards you to follow you, my God. Like a sunflower that follows every movement of the sun, so I turn towards you to follow you, my God. In simplicity, charity, I follow. In simplicity, charity, I follow. Like a sunflower that follows every movement of the sun, so I turn towards you to follow you, my God. Thank you, ma'am. Thank you, ma'am. Okay, Smriti. Ma'am. Smriti വേറൊരു ഫീൽ ആയിപ്പോയി. പറയൂട്ടോ ഇവിടെ. ഓക്കെ മാം. ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല. ഇവിടെ 10th ബോർഡ് എക്സാം ആയതുകൊണ്ടേ ഇവിടെ വീട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ പ്രെയർ ചെയ്തതാ. നല്ലൊരു ഫീല്. ഞാൻ പൊതുവെ പ്രെയർ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കാത്തതാണ്. ഓക്കെ, നിങ്ങൾ പാടുന്നതല്ല കേട്ടോ. പൊതുവെ എല്ലാ ക്ലാസ്സിലും സെയിം പ്രെയർ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതൊന്നും വായിക്കുന്നത് അറിയാലോ, കുട്ടികളുടെ സൗണ്ട് ആകുമ്പോൾ വേറൊരു ഫീലാണ്. നന്നായിട്ട് പറയും. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് തോട്ട് പറഞ്ഞോട്ടെ മാം. Good morning, ma'am, and good morning, everyone. Today's thought: don't try to be perfect. Just try to be better than you were yesterday. Thank you. ഓക്കെ, then ഈ സൈൻ ഒന്നും ഇല്ല ഇപ്പോ. തോട്ടില് കാണാം. കഴിഞ്ഞു അല്ലേ? ഇനി ഒന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഫസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ട്യൂസ്ഡേ ടൈം ടേബിൾ ആണേ. ഞാൻ ഇനി മറന്നു നോക്കിയത്. അപ്പൊ എല്ലാവരും ഓർത്ത് വെക്കുക, നാളെ ക്ലാസ് ഉണ്ട്. ട്യൂസ്ഡേ ടൈം ടേബിൾ നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാതെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ടൈം വേസ്റ്റ് ചെയ്യാനേ ഇല്ല. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നോട്ട്ബുക്ക് എടുക്കുക, വലിയ സെന്റൻസ് നമുക്ക് എഴുതാം. മാമിന്റെ വീഡിയോ സ്റ്റക്ക് ആയ മാം കാണുന്നത്. സ്റ്റക്ക് ആയോ? എല്ലാവർക്കും എങ്ങനെയാണോ? മാം എനിക്കും അങ്ങനെയാണ്. ഞാൻ വിചാരിച്ചു എന്റെ മാത്രമാണെന്ന്. ഞാൻ എക്സിറ്റ് ആയിട്ട് കയറാൻ വേണ്ടി നിൽക്കായിരുന്നു മാം. ഓക്കെയാണ്, പക്ഷെ പിക്ചർ ഇന്നലെയും അങ്ങനെയായിരുന്നു മാം. ആണോ? അങ്ങനെ ഒന്നുകൂടെ ഉണ്ടല്ലോ, ലീവ് എടുക്കാൻ ജോയിൻ ചെയ്തൊക്കെ എല്ലാവരും. ഓക്കെ മാം. ഓക്കെ, അങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? മാമിനെ കാണുന്നേ ഇല്ല. കാണുന്നുണ്ടോ? ഇല്ല, വീഡിയോ ഓഫാ. മാമിനെ കാണുന്നില്ല. ഇപ്പൊ കാണാം മാം. കാണുന്നില്ല, പക്ഷെ സ്റ്റക്ക് ആയിട്ടാ. കാണുന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പൊ കാണാം, പക്ഷെ സ്റ്റക്കാണ്. മാമിന്റെ സൗണ്ട് ഓക്കെയാണ്, പക്ഷെ സ്റ്റക്കാണ്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആയി പോകും. വീഡിയോ സ്റ്റക്ക് ആണ്. എല്ലാവർക്കും ഇങ്ങനെയാണല്ലോ അല്ലേ? Yes, ma'am. യെസ് മാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്.
ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ മാമിനെ കാണുന്നില്ല. ഇപ്പൊ ഓക്കെയാണ്. സ്റ്റക്കല്ലല്ലോ. ഇപ്പൊ ശരിയായി. മാം എനിക്കിപ്പോഴും സ്ട്രക്ക് ആവുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ. ആണോ? ഒന്ന് നോക്കൂ കേട്ടോ. കുറച്ച് നേരം നോക്കൂ, എന്നിട്ട് സ്റ്റക്ക് ആണെങ്കിൽ പറയൂ. ഓക്കെ? എഴുതിക്കോളൂ കേട്ടോ. സ്റ്റക്കാണെങ്കിൽ പറയണേ, പറയാതിരിക്കണ്ട. സ്റ്റക്കാണെങ്കിൽ പറയാം. മാം ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്. പിന്നെയും ശരിയായതായിരുന്നു, പിന്നെയും പോകുന്നുണ്ട്. എല്ലാവർക്കും തന്നെയാണോ? പോകുന്നുണ്ടോ? അതെ സ്ട്രക്ക് ആണ്. സൗണ്ട് ക്ലിയർ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിക്ചർ ഇതായിട്ടാ. എന്നെ കണ്ടിയും കുഴപ്പമില്ല, സാധനം വന്നു. അതെ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ നോക്കിയാലോ? മതിയോ? ഓക്കെ. ജസ്റ്റ് വെയിറ്റ്. എടാ മാം, ടെൻസിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നോടാ ഏതെങ്കിലും സമയത്ത്? ഓക്കെ? ഓക്കെ ആണോ? ഓക്കെ ആയിരിക്കും. ക്ലാസ് മാറി, വേറെ ക്ലാസ് ആണ്. കാരണം തന്നെ അറിയാലോ അല്ലെ? മോക്ക് ടെസ്റ്റ് എന്തിന് പെൻഡിങ് ഉണ്ടോ? ടെൻസിന്റെ ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടില്ലായിരുന്നു. ടെൻസിന്റെ മാം ഇട്ടിട്ടുണ്ടോ? ടെൻസ് അല്ലേ? ഓക്കെ.
ടെൻസ് മാത്രമേ ഉള്ളൂ? നോക്കണം. ആ ടെൻസ് അല്ല, കണ്ടീഷണൽ സെന്റൻസ്. ഓക്കെ, ഇനി മോക്ക് ടെസ്റ്റ് ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കണം കേട്ടോ. ഓക്കെ, കാര്യത്തിൽ ടെൻഷൻ അടിക്കുകയും വേണ്ട. എക്സാമിന് ഓർത്തിട്ടല്ലേ, നമ്മൾ സെറ്റ് ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, വേറൊരു കാര്യം കൂടെ പറയട്ടെ, മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിൽ വരില്ല കേട്ടോ. ഇല്ല, പക്ഷെ നമുക്ക് ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട് മാം. അത് ചെയ്യുമ്പോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോ നമുക്ക് ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ മാം എന്നാണോ ക്വസ്റ്റ്യൻ ഇടുന്നത്? ഞാനില്ല. ഓക്കെ, പിന്നെന്താ ടെൻസിന്റെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു? ഇട്ടിട്ടുണ്ട് മാം. എനിക്ക് തോന്നുന്നു ഇല്ലാതെ കണ്ടീഷണൽ സെന്റൻസ് ഒക്കെ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ് എടുത്തു പോയതല്ലേ, കണ്ടീഷണൽ സെന്റൻസ് ഉണ്ടാവില്ല. പിന്നീടാ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടായിരുന്നോ? 14 വന്ന് കിടപ്പുണ്ട് മാം. ക്വസ്റ്റ്യൻ ടാഗും പിന്നെ റിപ്പോർട്ടഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച് ഒക്കെ വന്ന് കിടക്കും. എനിക്ക് തോന്നുന്നു ഫ്രേസൽ വെർബും കണ്ടീഷണൽ സെന്റൻസും ആയിരിക്കാം. ആയിരിക്കുമല്ലോ. ഇല്ലാത്ത മോക്ക് ടെസ്റ്റ് ഞാൻ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് പോകും. ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇത് പറയും, പക്ഷെ ഞാൻ ഈ ക്ലാസ്സിൽ ഇറങ്ങുമ്പോൾ മറന്നു പോകും. കാരണം വേറൊന്നുണ്ടല്ലോ കേട്ടോ, മനഃപൂർവ്വമല്ല. നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് വേറെ ക്ലാസ്സിലേക്ക് നേരെ കയറാണ്. മാമിന്റെ നമ്പർ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞോളാം. ഇത് കൊള്ളാം, ഇഷ്ടം. നമുക്ക് എവിടെ നമ്പർ തരാനൊക്കെ ചെയ്യാനോ? ടീച്ചേഴ്സിന് നമ്പർ കൊടുക്കാൻ പാടില്ലെന്ന് ഒരു റൂൾ ഉണ്ട്. ഫോളോ ചെയ്യുന്നത്. സാറ് പറഞ്ഞിട്ടുണ്ട് ജിഷ മാമിന്റെ ഒരാൾക്കുടെ നമ്പർ തരുള്ളൂ. ഇൻസ്റ്റയിൽ തന്നാ മതിയാ. അറിയാം. ആലോചിക്കാം. ക്ലാസ് കഴിഞ്ഞാലും തരില്ലേ? ക്ലാസ് കഴിഞ്ഞാൽ നമ്പർ തരും, കഴിക്കണ്ട. നമ്മൾ പിന്നെ ക്ലാസ്സിലല്ലോ. കോൺവെക്കേഷൻ എന്ത് തന്നാ മതി മാം? തരാലോ. കോൺവെക്കേഷൻ ഉണ്ടാവും, ഇപ്പൊ തന്നെ അടുത്ത് തന്നെ ഉണ്ടാവും. വരും എല്ലാവരും. വരും. അതിന് പ്ലാൻ ചെയ്യുന്നുണ്ടോ? പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എക്സാം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിക്കും. എക്സാം വരെ വെയിറ്റ് ചെയ്യണ്ട, അതൊക്കെ പിന്നെ തുടങ്ങിക്കോ. കാരണം പെട്ടെന്ന് വൈവയാണല്ലോ, തിങ്കളാഴ്ച വൈവയാണല്ലോ. സ്റ്റാർട്ട് ചെയ്യണം. ഇംഗ്ലീഷിന് വൈവയാണോ? വേണ്ട. എല്ലാവരും അതൊക്കെ എന്നോട് സ്നേഹമില്ല കേട്ടോ, ഒട്ടും സ്നേഹമില്ല അതൊക്കെ എന്നോട്. ഒരു വൈവ കിട്ടാൻ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങള് കഷ്ടപ്പെട്ടു. എല്ലാവരും ചോദിച്ചു മിസ്സിന് വൈവ ഉണ്ടോ എന്ന് ചോദിക്കും. ചോദ്യം മാത്രമേ ഉള്ളൂ, വേണോ ചോദിച്ചാൽ വേണ്ട. വേണ്ട മിസ്സേ എന്ന് പറയും. അല്ല, എനിക്കില്ല ആഗ്രഹം വൈവയ്ക്ക് എടുക്കണം, അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ. അല്ല, സമ്മതിക്കത്തില്ലാതെ മാത്രമാണ്. ഓക്കെ, മതി, സംസാരിക്കണ്ട. സംസാരിച്ചു കഴിഞ്ഞാലേ ശരിയാക്കും. എഴുതിക്കൊള്ളൂ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞു അല്ലെ. ഐ വാസ് flabbergasted. ഐ വാസ് സർപ്രൈസ്ഡ് എന്നും പറയാം കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, ജസ്റ്റ് ടൈപ്പ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, വാസ് സർപ്രൈസ്ഡ്. Then what do you prefer? നീ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? നീ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? What do you prefer? I suppose it could rain. ഇന്ന് മഴ പെയ്തേക്കാം എന്നല്ല, മഴ പെയ്തേക്കുമെന്ന് തോന്നുന്നു. മഴ പെയ്യുമെന്ന് തോന്നുന്നു. I suppose it could rain. It should be pragmatic. ഇത് പ്രായോഗികമാകണം. It should be pragmatic.
ഇത് പ്രായോഗികമാകണം. ഒന്നുകൂടി പറഞ്ഞേ മാം. ഇറ്റ് ഷുഡ് ബി പ്രാഗ്മാറ്റിക്. ഞാൻ ഇതെല്ലാം ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ടൈപ്പ് ചെയ്യുന്നുണ്ടേ. മാം ഇപ്പൊ പറഞ്ഞതിന്റെ മലയാളം എന്തായിരുന്നു മാം? ഇത് പ്രായോഗികമാകണം. അതായത് നമ്മള് ഒരു കാര്യം പറയുന്നത് ചെയ്യണം, ഒരു മീനിങ് ആണ്. ഇറ്റ് ഷുഡ് ബി പ്രാഗ്മാറ്റിക്. വാക്ക് പാലിക്കണം എന്നാണോ മാം? വാക്ക് പാലിക്കണം അതാണോ? വാക്ക് പാലിക്കണം, അങ്ങനെയും അത് വേറൊരു രീതിയിൽ പറയാം. അല്ലാതെ നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യാം, ഞാൻ എന്താണ് ഞാൻ ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യും എന്നൊക്കെ നമ്മൾ ചുമ്മാ പറയും. പക്ഷെ ഇത് പ്രായോഗികമാകില്ലല്ലോ, അല്ലെ, പ്രാക്ടിക്കൽ ആകില്ലല്ലോ. ആ ഒരു കൈൻഡ് ഓഫ് മീനിങ് ആണ് ഇവിടെ. The next one is I'm not particular about it. I'm not particular about it. ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. I'm not particular about it. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം സെന്റൻസ് ചെയ്താൽ അതിനുശേഷം നമുക്ക് മലയാളം എഴുതാം. നല്ലത് രണ്ടും കൂടി ആകുമ്പോ ടൈം. ഇതിന്റെ മലയാളം എന്താ പറഞ്ഞേ മാം? ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. I'm blessed with it. Next, I'm blessed with it. With it ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. With it ആണ് കേട്ടോ, അവിടെ ക്യൂ ഇല്ല. മലയാളം മീനിങ് ഞാൻ പിന്നെ പറയാവേ. You can select anything you like. You can select anything you like. I feel excited. I feel excited. Observe what's going on there. Observe what's going on there. Arrange it the day after tomorrow. Arrange it the day after tomorrow. It's warm here. It's warm here. Is it essential? Is it essential? Okay. Meaning ഏതാട്ടോ? I'm blessed with it. ഞാൻ ഇതിൽ സന്തുഷ്ടനാണ്. ഞാൻ ഇതിൽ ഹാപ്പിയാണ്. ലാസ്റ്റ് പറഞ്ഞു is it? Is it essential? Okay ma'am. ഇനി മീനിങ് ഏതാട്ടോ? I'm blessed with it. ഞാൻ ഇതിൽ സന്തുഷ്ടനാണ്. I'm blessed with it. ഞാൻ ഇതിൽ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഹാപ്പിയാണ്, ഒരു മീനിങ് ആണ് കേട്ടോ. Then you can select anything you like. നിനക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. You can select anything you like. ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. Then I feel excited. അതിന് മലയാളം വേണമല്ലോ, അറിയാലോ. I feel excited. Then observe what is going on there. എന്താ നടക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യാം.
Arrange it the day after tomorrow. Arrange it the day after tomorrow. മറ്റന്നാളത്തേക്ക് ഇത് അറേഞ്ച് ചെയ്യാം. മറ്റന്നാളത്തേക്ക് ഇത് അറേഞ്ച് ചെയ്യുക. It's warm here. ഇവിടെ ഭയങ്കര ചൂടാണ് അല്ലെ? It's warm here. ചൂടാണ്. Then is it essential? ഇത് അത്യാവശ്യമാണോ? Is it essential? Okay, ഇനി എഴുതിക്കോളൂ ട്ടോ. Next. Don't find fault with others. Others ആണേ spelling mistake വരുന്നില്ല ട്ടോ. ശ്രദ്ധിക്കുക. Don't find fault with others. Don't excited. Don't get excited. Stick to your decision. Stick to your decision. You shouldn't go back on your promises. You shouldn't go back on your promises. It's a long time since I met you. It's a long time since I met you. It's days since she came here. It's days since she came here. It's months since she left us. It's months since she left us. It's weeks since I watched a movie. It's weeks since I watched a movie. It's hours since I had anything. It's hours since I had anything. Don't flatter me. Make me a cup of tea, please. Get the hell out of here. I'm not scared of you. I'm not scared of you. Don't threaten me like this. Don't threaten me like this. You are driving me mad. You are driving me mad. Your advice makes me sick.
Celebrity, I did it. Don't pity me. I don't remember anyone in particular. I don't remember anyone in particular. You are not reliable at all. You are not reliable at all. It depends on your decision. It depends on your decision. Decision ആണ് ട്ടോ spelling mistake ഉണ്ട്. You are a peculiar guy. I have to think it over. I'm on leave. He's on duty. The other day I met him at TDM. Okay, is it finished? Yeah. And let's write down the meaning. Don't find fault with others. മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. Don't find fault with others. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. Don't find fault with others. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. Don't get excited. ഒരുപാട് അങ്ങനെ എക്സൈറ്റഡ് ആവണ്ട. Don't get excited. അറിയാലോ അതിന് മീനിങ് എന്നും കുഴപ്പമില്ല. Stick to your decision. നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. Stick ചെയ്യുക, ഉറച്ചു നിൽക്കുക. Stick to your decision. നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. It's long time since I met you. ഒരുപാട് കാലം നിന്നെ ഒന്ന് കണ്ടിട്ട്. It's long time since I met you. എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഒരുപാട് കാലമായി നിന്നെ കണ്ടിട്ട്. It's a long time since I met you. എന്നെ കണ്ടിട്ട് ഒരുപാട്. അതിനിടയിൽ you shouldn't go back. Okay. You shouldn't go back on your promises. നീ പ്രൊമിസ് ചെയ്തതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. പുറകോട്ട് പോകരുത്. നിന്റെ പ്രോമിസിൽ നിന്ന് പുറകോട്ട് പോകരുത്. You shouldn't go back on your promises. പിന്മാറരുത് എന്ന് പറഞ്ഞാലും ശരിയല്ലേ മാം? പിന്മാറരുത് പറയാം. And then it's long time since I met you. എന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായി. It's long time since I met you. Then it's months. It's days since she came here. അവിടെ വന്നിട്ട് ഒരുപാട് ദിവസമായി.
അവൾ വന്നിട്ട് ദിവസങ്ങളായി എന്ന് പറയില്ലേ, അവൾ വന്നിട്ട് ദിവസങ്ങളായി. It's days since she came here. അവൾ വന്നിട്ട് ദിവസങ്ങളായി. It's months since she left us. അവള് ഇവിടുന്ന് പോയിട്ട് മാസങ്ങളായി. അവള് ഞങ്ങളെ വിട്ടു പോയിട്ട് മാസങ്ങളായി. It's weeks since I watched a movie. ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ആഴ്ചകളായി. It's almost since I had anything. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് മണിക്കൂറുകളായി. Don't flatter me. എന്നെ പുകഴ്ത്തരുത്. Flatter me. എന്നെ പുകഴ്ത്തരുത്. Don't flatter me. Make me a cup of tea, please. നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാമോ? Get the hell out of here. ഇവിടെ നിന്ന് പോയി തരൂ. Get the hell out of here. I'm not scared of you. എനിക്കിതിനെ പേടിയില്ല. Not scared of you. എനിക്കിതിനെ പേടിയില്ല. Don't threaten me like this. ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തരുത്. എന്നെ ഇതുപോലെ ഭീഷണിപ്പെടുത്തരുത്. Don't threaten me like this. You are കേട്ടോ അത് മിസ്റ്റേക്ക് ഉണ്ട്. You are driving me mad. നിന്റെ നീ എന്നെ വട്ടുപിടിപ്പിക്കുന്നു. You are driving me mad. നീ എന്നെ വട്ടുപിടിപ്പിക്കുന്നു. You are driving me mad. Your advice makes me sick. നിന്റെ ഉപദേശം എന്നെ വട്ടുപിടിപ്പിക്കുന്നു. Same. ഉപദേശം എന്നെ വട്ടുപിടിപ്പിക്കുന്നു, ഭ്രാന്തിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. Your advice makes me sick. Deliberately I did it. ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. Deliberately I did it. ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. Deliberately I did it. ഞാനത് മനഃപൂർവ്വം ചെയ്തതാണ്. Don't pity me. എന്നെ സഹതപിക്കരുത്. എന്നോട് സഹതപിക്കരുത്. സഹതാപം തോന്നരുത്. സഹതപിക്കരുത് ഞാൻ മതി. എന്നോട് സഹതപിക്കരുത്. Don't pity me. I don't remember anyone in particular. ഞാൻ ആരെയും പ്രത്യേകിച്ച് ഓർക്കുന്നില്ല. I don't remember anyone in particular. ഞാൻ പ്രത്യേകിച്ച് ആരെയും ഓർക്കുന്നില്ല. You are not reliable at all. നീ തീരെ വിശ്വാസയോഗ്യനല്ല. You are not reliable at all. നീ തീരെ വിശ്വാസയോഗ്യനല്ല. It depends on your decision. നിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. It depends on your decision. നിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. You are a peculiar guy. എന്താണ് ഒരു പ്രത്യേകത നിറഞ്ഞൊരു മനുഷ്യനാണ്. You are a peculiar guy. പ്രത്യേകത നിറഞ്ഞൊരു മനുഷ്യനാണ്. I have to think it over. എനിക്കിതിനെ കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. I have to think it over. എനിക്കിതിനെ കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. I'm on leave. He's on duty. ഇതെല്ലാം നമുക്ക് അറിയാലോ. The other day I met him at TVM, Trivandrum. കഴിഞ്ഞ ദിവസം ഞാൻ അവരെ തിരുവനന്തപുരത്ത് വെച്ച് മീറ്റ് ചെയ്തു, കണ്ടുമുട്ടി.
Okay, clear ആയല്ലോ അല്ലേ? You miss anyone? No, all clear. Okay. മാം ഐ ഹാവ് ടു തിങ്ക് ഇറ്റ് ഓവർ. അതെന്തായിരുന്നു? എനിക്ക് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. Sorry, but I don't agree. Sorry, but I don't agree. I agree entirely. I agree entirely. I couldn't do it. I couldn't do it. ഈ കുഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയോ? കുഡ് ക്യാൻ എന്താണ്? കഴിയും. ആ പതിനൊരു മീനിങ്. കുഡ് എന്തായിരിക്കും? കുഡ് ക്യാനിന്റെ പാസ്റ്റ് ആണ്. കഴിയുമായിരിക്കും. കഴിയുമായിരുന്നു. അതാണ് കേട്ടോ, കഴിയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വില്ല് എന്താണ്? ഞാൻ ചെയ്യും. 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 ഗുഡ് എന്താണ്? ചെയ്യുമായിരുന്നു. ചെയ്യായിരിക്കും. ഓക്കെ, ചെയ്യുമായിരിക്കും. മിസ്സേ പറ്റുമായിരിക്കും എന്ന് പറയാൻ പറ്റും. എന്തോ പറ്റുമായിരിക്കും, അങ്ങനെ പറയാൻ പറ്റും. പറയാലോ. പറ്റും ചെയ്യുന്ന സ്റ്റേറ്റ് തന്നെ. പക്ഷെ ഒരു എബിലിറ്റി ആണ് നോക്കാം. എബിലിറ്റി ആണെങ്കിൽ മാത്രം നമുക്ക് ക്യാനും കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പോസിബിലിറ്റി ആണെങ്കിലാണ് വില്ലും കുട്ടും വരാം. മനസ്സിലായോ? സാധ്യതയാണെങ്കിലാണ് വില്ലും കുട്ടും. അത് ഫ്യൂച്ചർ ആണ്, അത് കഴിയും അല്ലെ? നമുക്ക് എബിലിറ്റി ആണ്, നമ്മുടെ കഴിവാണ്. എബിലിറ്റി ആണെങ്കിൽ ക്യാനോ കുട്ടും നമുക്ക് യൂസ് ചെയ്യാം. പാസ്റ്റ് ആണെങ്കിൽ കുട്ടും, പ്രസന്റ് ആണെങ്കിൽ ക്യാനും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ക്യാൻ, കുട്ട്, വില്ല്, കുട്ട്. ഇനിയിപ്പോ ഷാലും ഷുഡോ? ഷാല് ഒന്നുമില്ല കേട്ടോ. വില്ലിന്റെ സെയിം മീനിങ് തന്നെ ഷാലിന് വരാം. ഒരിക്കലും ഷാലിന്റെ പാസ്റ്റ് അല്ല ഷുഡ്, അത് മനസ്സിലാക്കാം. ഈ ഷാലും ഷുഡ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഓക്കെ, വില്ല് ഷാല്. ഇനി വില്ലിന്റെയും ഷാലിന്റെയും പാസ്റ്റ് എന്താ? മുട്ട് തന്നെയാണ്. ഷാലിന്റെയും പാസ്റ്റ് മുട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഷുഡ് എന്താണ്? ചെയ്യണം. ഓക്കെ, യു ഷുഡ് ഡു ദാറ്റ്. യു ഷുഡ് ഡു ദാറ്റ്. അതുപോലെ തന്നെയാണ് മസ്റ്റ്, യു മസ്റ്റ് ഡു ദാറ്റ്. സെയിം. പക്ഷെ കുറച്ചുകൂടെ നമുക്ക് പറയുമ്പോ നമുക്ക് ചില കാര്യങ്ങൾ നീ ചെയ്യണം എന്നും പറയും, നീ ചെയ്യണം എന്ന് പറയും. ആ ടോൺ മാറുന്നതനുസരിച്ചിട്ട് ആ ഒരു പ്രഷർ മാറും അല്ലെ? അത് തന്നെയാണ് കേട്ടോ. യു ഷുഡ് ഡു ദാറ്റ്, യു മസ്റ്റ് ഡു ദാറ്റ്, യു മസ്റ്റ് ഡു ദാറ്റ്. ഒരു ചേഞ്ച്, സെയിം മീനിങ് ഒക്കെ തന്നെയാണ്. എത്രത്തോളം നമ്മളിത് ഫോഴ്സ് ചെയ്ത് പറയുന്നു എന്നതിലാണ് കാര്യം. അങ്ങനെ ഫോഴ്സിങ് അവിടെ അറിയണമെങ്കിൽ ഈ പറയുന്ന മസ്റ്റും ഡു ഒക്കെ മാറ്റി യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഏതാ? Keep it intact. Keep it intact. I didn't notice. I didn't notice. I beg your pardon. Don't hesitate, feel free to talk to me. Don't hesitate, feel free to talk to me. Please come around tonight. Around aane. Please come around tonight. D aane ട്ടോ, not T. D aane. Around. Please come around tonight.
Make yourself quiet at home. Make yourself quiet at home. It was conspiracy. It was conspiracy. Don't degrade yourself. He confessed everything. He ആണ് ട്ടോ. G ഒന്നുമില്ല അവിടെ. He confessed everything. Wait, let me explain everything. Wait, let me explain everything. We expect an explanation from you. We expect an explanation from you. Okay? Meaning of that. Sorry, but I don't agree. ക്ഷമിക്കണം, ഞാൻ എനിക്ക് യോജിക്കാൻ കഴിയില്ല. ക്ഷമിക്കണം, എനിക്ക് യോജിക്കാൻ കഴിയില്ല. I don't agree. എനിക്ക് യോജിക്കാൻ കഴിയില്ല. Then I agree entirely. ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. I agree entirely. I couldn't do it. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. I couldn't do it. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. I couldn't do it. Keep it intact. കേടുകൂടാതെ സൂക്ഷിക്കുക. Keep it intact. കേടുകൂടാതെ സൂക്ഷിക്കുക. Keep it intact. I didn't notice. ഞാൻ ശ്രദ്ധിച്ചില്ല. I didn't notice. ഞാനത് ശ്രദ്ധിച്ചില്ല. I beg your pardon. എന്നോട് ക്ഷമിക്കൂ. I beg your pardon. എന്നോട് ക്ഷമിക്കൂ. I beg your pardon. എന്നോട് ക്ഷമിക്കൂ. Don't hesitate. Feel free to talk to me. Don't hesitate. Feel free to talk to me. മടിക്കേണ്ടതില്ല, എന്നോട് ഫ്രീ ആയി സംസാരിക്കാം. മടിക്കേണ്ടതില്ല, എന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. Don't hesitate. Feel free to talk to me. Please come around tonight. ഏകദേശം ഇന്ന് രാത്രിയോട് കൂടി വരൂ. ഏകദേശം ഇന്ന് രാത്രിയോട് കൂടി വരൂ. Please come around tonight. Make yourself cozy at home. സ്വന്തം വീട് പോലെ കരുതുക. Make yourself cozy at home. സ്വന്തം വീട് പോലെ കരുതുക. It was conspiracy. ഇതൊരു ഗൂഢാലോചനയായിരുന്നു. It was conspiracy. ഇതൊരു ഗൂഢാലോചനയായിരുന്നു.
Don't degrade yourself. സ്വയം തരം താഴരുത്. Don't degrade yourself. സ്വയം തരം താഴരുത്. He confessed everything. അവനെല്ലാ കുറ്റവും സമ്മതിച്ചു. അവനെല്ലാ കുറ്റവും സമ്മതിച്ചു. He confessed everything. Wait, let me explain everything. Wait ചെയ്യും, ഞാനെല്ലാം വിശദീകരിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. Wait, let me explain everything. ഞാനെല്ലാം വിശദീകരിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. We expect an explanation from you. നിന്നിൽ നിന്നുള്ള വിശദീകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. We expect an explanation from you. Okay, next ഏതാ? I'm determined to do it. I'm determined to do it. I have no desire to do it. I have no desire to do it. You don't deserve it. You don't deserve it. Shall I close the door? I'll meet you in the evening. I'm going for a walk. Control yourself. Improve yourself. Yeah, that's all. Okay, hearing that out. I'm determined to do it. അത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. I'm determined to do it. അത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. I determined to do it. ഇത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. I have no desire to do it. എനിക്കത് ചെയ്യാൻ ആഗ്രഹമില്ല. I have no desire to do it. എനിക്കത് ചെയ്യാൻ ആഗ്രഹമില്ല. You don't deserve it. നീ അത് അർഹിക്കുന്നില്ല. You don't deserve it. നീ അത് അർഹിക്കുന്നില്ല. ബാക്കി എല്ലാത്തിന്റെ മീനിങ് അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. Shall I close the door? I will meet you in the evening. I'm going for a walk. Control yourself. Improve yourself. എല്ലാം അറിയാലോ. നെക്സ്റ്റ് ഏതാ? മിസ്സേ, ഇതുപോലെ ക്ലാസ് റൂം ഇംഗ്ലീഷ് തരാമോ? ക്ലാസ് റൂം ഇംഗ്ലീഷ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കട്ടെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ ഉള്ളൂ, കഴിയും. Never shall I forget it. Never shall I forget it. John Bruffus.
Don't risk your life. Ask him to contact me. Ask him to prove it. Ask him to come in. It was rather unexpected. It was rather unexpected. Ask him to wait outside. Not yet. Don't take it to your heart. Don't take it to your heart. Don't be a spendthrift. Get it fixed. Get it cleared. Okay, meaning that. Never shall I forget it. ഞാൻ ഒരിക്കലും മറക്കില്ല. Never shall I forget it. ഞാൻ ഒരിക്കലും മറക്കില്ല. Don't bluff us. ഞങ്ങളെ കബളിപ്പിക്കരുത്. Don't bluff us. ഞങ്ങളെ കബളിപ്പിക്കരുത്. Don't risk your life. ജീവിതം വെച്ച് കളിക്കരുത്. Don't risk your life. ജീവിതം വെച്ച് കളിക്കരുത്. Ask him to contact me. ഈ asking him എന്ന് പറയുന്നത് ചോദിക്കുക എന്നൊരു മീനിങ് അല്ല കേട്ടോ വരുന്നേ, പറയുക എന്നുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ അവരോട് കോൺടാക്ട് ചെയ്യാൻ ചോദിക്കൂ എന്നാണോ? അങ്ങനെയല്ല കേട്ടോ. Ask him to contact me. അവൻ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയൂ. അവരോട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയൂ. Ask him to prove it. അവരോട് തെളിയിക്കാൻ പറയൂ. Ask him to come in. അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ, അകത്തോട്ട് വരാൻ പറയൂ. Ask him to wait outside. അവനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ആ കൈൻഡ് ഓഫ് മീനിങ് ആണ് കേട്ടോ യാസ്ക് ഹിമിന് വരുന്നത്, അല്ലെങ്കിൽ യാസ്കിന് വരുന്നത്. It was rather unexpected. ഇത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. It was rather unexpected. ഇത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. Then not yet. ഇതുവരെ ഇല്ല. Not yet. Don't take it to your heart. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. Don't take it to your heart. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. Don't be a spendthrift. Don't be a spendthrift. ദൂർത്തനാകരുത്. Get it fixed. ഇത് വ്യക്തമായി കിട്ടണം, മീൻസ് അത് പരിഹരിക്കപ്പെട്ട് കിട്ടണം. Get it fixed. പരിഹരിക്കപ്പെട്ട് കിട്ടണം. പരിഹരിക്കപ്പെട്ട് കിട്ടണം. Get it fixed and get it cleared. വ്യക്തമായി കിട്ടണം. Get it cleared. I didn't mean so. I didn't mean so.
Just hear me out, please. Don't curse me. Don't blame me. Don't be tongue-tied. Hope against hope. Don't be prejudiced. Don't overhear our talk. I badly need your help. Hardly a couple of weeks. I feel ashamed of it. I feel ashamed of it. Shame on you. They are dead against it. Dead tired, dead sure. I don't like the way you talk. I don't like the way you talk. Never have I used a chance. Never did I expect it from you. Yeah. Okay, meaning that I didn't mean so. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. I didn't mean so. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. Just hear me out, please. എന്നെ ഒന്ന് കേൾക്കൂ. ദയവായി എന്നെ ഒന്ന് കേൾക്കൂ. ദയവായി ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. Just hear me out, please. Then just hear me out. ഞാൻ പറയുന്നത് കേൾക്കൂ. Don't curse me. എന്നെ ശപിക്കരുത്. Don't curse me. എന്നെ ശപിക്കരുത്. Don't blame me. എന്നെ കുറ്റപ്പെടുത്തരുത്. Curse me ശപിക്കരുത്. Blame me കുറ്റപ്പെടുത്തരുത്. Don't be tongue tied. ഇങ്ങനെ മിണ്ടാതിരിക്കരുത്. Don't be tongue tied. ഇങ്ങനെ മിണ്ടാതിരിക്കരുത്. Hope against hope. പ്രതീക്ഷയില്ല എന്നാലും നോക്കാം. പ്രതീക്ഷയില്ല എന്നാലും നോക്കാം. Hope against hope.
Don't be prejudiced. മുൻവിധി പാടില്ല. Don't be prejudiced. മുൻവിധി പാടില്ല. Don't overhear our talk. മാം ഡോണ്ട് ബി പ്രെജുഡൈസ്ഡിന്റെ മലയാളം എന്താണ്? മുൻവിധി പാടില്ല. മുൻവിധി പാടില്ല. Don't overhear our talk. ഞങ്ങളുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കരുത്. ഞങ്ങളുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കരുത്. Don't overhear our talk. I badly need your help. നിന്റെ സഹായം എനിക്ക് വളരെയധികം ആവശ്യമുണ്ട്. I badly need your help. നിന്റെ സഹായം എനിക്ക് വളരെയധികം ആവശ്യമുണ്ട്. I badly need your help. Hardly a couple of weeks. കഷ്ടിച്ച് 2 ആഴ്ച. Hardly a couple of weeks. കഷ്ടിച്ച് 2 ആഴ്ച. I feel ashamed of it. ഇതിനെ കുറിച്ച് ആലോചിച്ച് നാണം തോന്നുന്നു. I feel ashamed of it. അറിയാലോ അത്. Then shame on you. ഇതിനെ കുറിച്ച് ഓർത്തിട്ട് shame നാണം തോന്നുന്നു. Okay. Then they are dead against. അവര് അങ്ങേയറ്റം അതിനോട് എതിർക്കുന്നു. അവർ അങ്ങേയറ്റം അതിനോട് എതിർക്കുന്നു. Dead against. അതായത് ഒട്ടും യോജിക്കുന്നില്ല എന്നുള്ള മീനിങ്ങിലാണ് ഡെഡ് വന്നിരിക്കുന്നത്. They are dead against. അവർ അങ്ങേയറ്റം അതിനോട് എതിർക്കുന്നു. അപ്പോ ഡെഡ് ടയേർഡും ഡെഡ് ഷുവർ എന്താണ്? അങ്ങേയറ്റം ടയേർഡ് ആണ്, അങ്ങേയറ്റം ഷുവർ ആണ്, ഉറപ്പാണ്. ആ ഒരു മീനിങ് ആണ്. ഡെഡ് ടയേർഡോ? അങ്ങേയറ്റം ടയേർഡാണ്, ക്ഷീണിതനാണ്. I'm dead tired എന്ന് പറഞ്ഞാൽ അത്രയും ടയേർഡ് ആണെന്നൊരു മീനിങ്. I don't like the way you talk. എന്റെ സംസാര രീതി എനിക്ക് ഇഷ്ടമായില്ല. ഈ സംസാരിക്കുന്ന രീതി എനിക്ക് ഇഷ്ടമായില്ല. I don't like the way you talk. Never have I missed a chance. ഞാൻ ഒരിക്കലും ഒരു ചാൻസ് മിസ് ചെയ്തിട്ടില്ല. Never have I missed a chance. ഞാൻ ഒരിക്കലും ഒരു ചാൻസ് മിസ് ചെയ്തിട്ടില്ല. Never did I expect it from you. ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരിക്കലും ഇത് നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. Never did I expect it from you. Okay? Clear? Yes, clear, ma'am. Okay, ഇത് നന്നായിട്ട് പഠിക്കാം കേട്ടോ. മീൻസ് പ്രാക്ടീസ് ചെയ്യാം. അത്യാവശ്യം ഒരുപാട് സെന്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? യൂസ്ഫുൾ ആണോ? അതെ മാം. യൂസ്ഫുൾ ആണെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നും. ഓക്കെ, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സേ ഉള്ളൂ. സോ നോക്കാം നമുക്ക് മാക്സിമം കുറച്ച് ചിലപ്പോ ടൈം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. 11:30 തന്നെ ചിലപ്പോൾ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ് ഇംഗ്ലീഷ് ആണെങ്കിൽ കുറച്ച് സംസാരിക്കാനുണ്ട്. ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ അത് പ്രതീക്ഷിച്ചിട്ട് വരാം കേട്ടോ ഫ്രൈഡേ. ഓക്കെ, യാ. So let's wind down today's class. Okay, assignment പറയും. Thank you, ma'am. Thank you, ma'am. Today's class, it's very useful for all of us. Thank you so much. Meet again next time. Thank you, ma'am. Okay, yeah. So thank you all. See you in the next class. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.